ഹായ് എവരി വൺ. ഗ്രാമർ സീരീസിൽ ടെൻസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലെ 11ാമത്തെ ടെൻസായ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. PSC 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, സ്റ്റാഫ് സെലക്ഷൻ, അതുപോലെ UPSC ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ടെൻസിനെ കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്നാൽ എന്താണ്? വാട്ട് ഈസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? An action will have completed. An action will be completed at a specific time in the future. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്നു പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. സി ആൻ എക്സാമ്പിൾ. ദേ വിൽ ഹാവ് പ്ലേഡ്. അവർ ഫീൽഡിൽ കളിച്ചിട്ടുണ്ടാകും. They will have played in the field. Mother will have cooked. അമ്മ പാചകം ചെയ്തിട്ടുണ്ടാകും. ഇത്തരം വാചകങ്ങൾ പറയുന്ന സെൻറ്റൻസുകളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഘടന എന്താണെന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ? വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിൽ ഹാവിനോടുകൂടി വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കുന്നതാണ് വിൽ ഹാവ് കംപ്ലീറ്റഡ്. അതാണ് രഘു വിൽ ഹാവ് കംപ്ലീറ്റഡ് ദി വർക്ക്. രഘു ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് 10 years of service. അവർ 10 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് ക്ലീൻഡ് ദ റൂം. അവൾ റൂം വൃത്തിയാക്കിയിട്ടുണ്ടാകും. വിൽ ഹാവ് പ്ലസ് V3 ഫോം. നോക്കൂ, ഇതിലെ വെർബിന് ഒരേ ഒരു ഫോം നമുക്ക് പറയാൻ പറ്റും, വിൽ ഹാവ്. വിൽ ഹാവ് പ്ലസ് V3. മോഡേൺ ഇംഗ്ലീഷിൽ വിൽ ഹാവ് വിത്ത് എനി സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റിൻ്റെയും കൂടെ വിൽ ഹാവ് ഉപയോഗിക്കാവുന്നതാണ്. വിൽ ഹാവ് പ്ലസ് V3. വിൽ ഹാസ് എന്ന് പറയൂല. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വിൽ ഹാവ് പ്ലസ് V3. വിൽ ഹാവ്. ഷീ വിൽ ഹാവ് ട്രാവൽഡ് റൗണ്ട് ദി വേൾഡ്. അവൾ ലോകം ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാകും. ഷീ വിൽ ഹാവ് ട്രാവൽഡ്. യു വിൽ ഹാവ് ഫിനിഷ്ഡ് യുവർ ആർട്ടിക്കിൾ. നിങ്ങളുടെ ലേഖനം നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും. യു വിൽ ഹാവ് ഫിനിഷ്ഡ് യുവർ ആർട്ടിക്കിൾ. ഇവിടെ നോക്കൂ, വിൽ ഹാവ് പ്ലസ് V3 ഫോം. ഇവിടെ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നതിന് വില്ലുണ്ട്. പെർഫെക്റ്റ് ടെൻസിലെ ഓക്സിലറിയായ ഹാവ് ഉണ്ട്. വിൽ ഹാവ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സിമ്പിൾ ഫ്യൂച്ചറിലെ ഓക്സിലറിയാണ് വിൽ, പെർഫെക്റ്റിലെ ഓക്സിലറിയാണ് ഹാവ്. വിൽ ഹാവ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. വിൽ ഹാവിന് പകരം നമുക്ക് ഷാൽ ഹാവും ഉപയോഗിക്കാവുന്നതാണ്. ഷാൽ ഹാവ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ ഹാവ്. ഇത് നമ്മൾ റെയർലിയായി മോഡേൺ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് കാണുന്നുള്ളൂ. ഈ ടെൻസിലെ വാചകത്തെ ചെറിയ ചേഞ്ചസിലൂടെ വിവിധ തരം സെൻറ്റൻസിലേക്ക് മാറ്റുന്നതിന് കഴിയുന്നതാണ്. ദ ഫ്ലൈറ്റ് വിൽ ഹാവ് അറൈവ്ഡ്. ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടാകും. ഇത് വിൽ ഹാവ് ആണ്. ഇതിൻ്റെ വില്ലാണ് ഓക്സിലറി. അതിനിവിടെ നമ്മൾ നോട്ട് ചേർക്കുന്നു. വിൽ നോട്ട് ഹാവ് അറൈവ്ഡ്. എത്തിയിട്ടുണ്ടാകില്ല. അതിനെ ഷോർട്ട് ഫോമിലേക്ക് മാറ്റുമ്പോൾ ദേ ഓൺ ഹാവ് അറൈവ്ഡ്. ദ ഫ്ലൈറ്റ് ഓൺ ഹാവ് അറൈവ്ഡ്. രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. ഓക്കെ, നമുക്കിതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് മാറ്റാം. വിൽ ദി ഫ്ലൈറ്റ് ഹാവ് അറൈവ്ഡ്. നമ്മൾ എന്ത് ചെയ്തു? ഈ വാചകത്തിലെ ഓക്സിലറിയായ വില്ലിനെ സെൻറ്റൻസിൻ്റെ ആദ്യം കൊണ്ടുവന്നെഴുതുന്നു. വിൽ ദി ഫ്ലൈറ്റ് ഹാവ് അറൈവ്ഡ്.
യെസ് ഇറ്റ് വിൽ, നോ ഇറ്റ് വോണ്ട്. ഇങ്ങനെ മറുപടിയും പറയാൻ പറ്റും, ആൻസർ പറയാം. നോക്കൂ, ഇതിനെ WH ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ മതി. വാട്ട്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. വാട്ട് വിൽ ഹാവ് അറൈവ്ഡ്. ഫ്ലൈറ്റിന് പകരം നമ്മൾ വോട്ട് വെക്കുന്നു. ദെൻ ഓക്സിലറി, ദെൻ സബ്ജക്റ്റ്. അനദർ സെന്റൻസ് നോക്കൂ, ദ ഫ്ലൈറ്റ് വിൽ ഹാവ് അറൈവ്ഡ്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ടാഗ് കണ്ടെത്തുന്നു, വോൺ ഇറ്റ്. കാരണം ഇത് പോസിറ്റീവാണ്. വില്ലാണ് ഇതിലെ ഓക്സിലറി, വില്ലിൻ്റെ നെഗറ്റീവാണ് ഓൺഡ്. സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, വോൺ ഇറ്റ്. അനദർ സെന്റൻസ് നോക്കൂ, ദി ഫ്ലൈറ്റ് ഓൺ ഹാവ് അറൈവ്ഡ്. ഇവിടെ ഓൺ ഹാവ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ടാഗ് ഈസ് പോസിറ്റീവ്. വോണ്ട് എന്നതിൻ്റെ പോസിറ്റീവാണ് വിൽ. സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, ഫ്ലൈറ്റിന് പകരം ഇറ്റ് എഴുതുന്നു. ഓക്കെ. അനദർ എക്സാമ്പിൾ നോക്കൂ, ഷീ വിൽ ഹാവ് റിട്ടേൺഡ് ഹോം. ഇതിനെ നെഗറ്റീവായി ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നു, വിൽ നോട്ട് ഹാവ്. ഷീ വിൽ നോട്ട് ഹാവ് റിട്ടേൺ ഹോം. അതിനെ ഷോർട്ട് ഫോമിലേക്ക് മാറ്റുന്നു, ഷീ ഓൺ ഹാവ് റിട്ടേൺഡ്. ഇതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുമെന്നു, വിൽ ഷീ ഹാവ് റിട്ടേൺ ഹോം. അവിടെ ഓക്സിലറിയായ വില്ല് നമ്മൾ ഫസ്റ്റിലെ കൊണ്ടുവരുന്നു. വിൽ ഷീ ഹാവ് റിട്ടേൺ ഹോം. യെസ് ഷീ വിൽ, നോ ഷീ ഓൺട്. WH ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാൽ മതി. ഇവിടെ ഹോമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹോമിന് പകരം നമ്മൾ വേർ വെക്കുന്നു, വെയർ വിൽ ഷീ ഹാവ് റിട്ടേൺഡ്. ടാഗ് ക്വസ്റ്റ്യൻ നോക്കൂ, ഷീ വിൽ ഹാവ് റിട്ടേൺഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ടാഗ് ഈസ് നെഗറ്റീവ്, ഓൺ ഷീ. ഷീ ഓൺഡ് ഹാവ് റിട്ടേൺ ഹോം. ഷീ ഓൺഡ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ടാഗ് വിൽ ഷീ. ഇങ്ങനെ സെൻറ്റൻസുകളെ വിവിധ തരം സെൻറ്റൻസുകളായി ചേഞ്ച് ചെയ്യുന്നതിന് എളുപ്പം സാധിക്കുന്നതാണ്. ഈ ടെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് യൂസേഴ്സ് എന്താണെന്ന് പരിശോധിക്കാം. നോക്കൂ, ആക്ഷൻ വിൽ ഹാവ് സ്റ്റാർട്ട് കംപ്ലീറ്റഡ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിലൊരു നിശ്ചിത സമയത്തൊരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. സി എക്സാമ്പിൾ, മൈ ഫാദർ വിൽ ഹാവ് ലെഫ്റ്റ്. മൈ ഫാദർ വിൽ ഹാവ് ലെഫ്റ്റ് ഹോം ബൈ ദ ടൈം യു റീച്ച്. നീ എത്തുമ്പോൾ ഫാദർ പോയിട്ടുണ്ടാകും. ഫാദർ വിൽ ഹാവ് ലെഫ്റ്റ്. നെക്സ്റ്റ് വൺ നോക്കൂ, ടീച്ചർ വിൽ ഹാവ് ടോട്ട്. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാകും. ബിഫോർ ദി എക്സാം. പരീക്ഷയ്ക്ക് മുമ്പ് ആ ടോപ്പിക്ക് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാകും. അതാണ്, ഒരു സ്പെസിഫിക് ടൈമിൽ ഈ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ദ മാച്ച് വിൽ ഹാവ് സ്റ്റാർട്ടഡ്. മത്സരം ആരംഭിച്ചിട്ടുണ്ടാകും. ബിഫോർ വി റീച്ച് ദയർ. നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് മത്സരം ആരംഭിച്ചിട്ടുണ്ടാകും. അനദർ യൂസ് നോക്കൂ, ആൻ ആക്ഷൻ വിൽ ഹാവ് കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു നിശ്ചിത ഒരു സമയത്തിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. സി ആൻ എക്സാമ്പിൾ, സ്റ്റുഡൻസ് വിൽ ഹാവ് ലേൺഡ്. കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും their lessons before the exam. ബിഫോർ ദി എക്സാം, ഭാവിയിൽ ഒരു സമയത്തിന് മുമ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അനദർ എക്സാമ്പിൾ നോക്കൂ, ബിഫോർ യു അറൈവ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ദ കിഡ്സ് വിൽ ഹാവ് ഗോൺ ടു ബെഡ്. കുട്ടികൾ ഉറങ്ങാൻ പോയിട്ടുണ്ടാകും. നെക്സ്റ്റ് വൺ, ദ എക്സാം വിൽ ഹാവ് സ്റ്റാർട്ടഡ് ബിഫോർ ക്രിസ്മസ്. ക്രിസ്മസിന് മുമ്പ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് ഇസ് എ പോയിന്റ്. ഓക്കെ, ഈ ടെൻസിൽ കണ്ടുവരാറുള്ള ചില ടൈം വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ബിഫോർ, ബൈ ദി ടൈം, ബൈ 6 o'clock,
ബൈ മൺഡേ, ബൈ നെക്സ്റ്റ് സമ്മർ, ബൈ ദെൻ, ഇങ്ങനെയൊക്കെയുള്ള വേർഡുകൾ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകാനുള്ള സാധ്യത ഏറെയാണ്. ഓക്കെ, ഈ ടെൻസിൽ കാണാറുള്ള ചില മിസ്റ്റേക്കുകൾ നമുക്ക് പരിശോധിക്കാം. ബൈ മൺഡേ ഹി വിൽ ഹാവ് സ്റ്റാർട്ട്. ഇവിടെ ഈ വിൽ ഹാവ് പെർഫെക്റ്റ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഇവിടെ സ്റ്റാർട്ടേ വന്നിട്ടുള്ളൂ, V3 ആണ് വരേണ്ടത്. വിൽ ഹാവ് സ്റ്റാർട്ടഡ്. അത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടി വരും. ബൈ മൺഡേ ഹി വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദിസ് ന്യൂ ജോബ്. അവന് ഈ പുതിയ ജോലി ആരംഭിച്ചിട്ടുണ്ടാകും. അനദർ എക്സാമ്പിൾ നോക്കൂ. ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ദേ വിൽ ഹാവ് ടീച്ച് അല്ല വരേണ്ടത്, എന്ത് വരണം? ദേ വിൽ ഹാവ് ടോട്ട്. വിൽ ഹാവ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വരണം. ദേ വിൽ ഹാവ് ടോട്ട് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ഇങ്ങനെ പറയേണ്ടി വരും. അനദർ എക്സാമ്പിൾ നോക്കൂ. വി വിൽ ഹാവ് പ്ലാൻഡ്. ഇവിടെ റോങ് സ്പെല്ലിംഗ് ആണ്. പ്ലാൻഡ് ഇവിടെ ED ചേർക്കുമ്പോൾ N ഇരട്ടിക്കണം. വി വിൽ ഹാവ് പ്ലാൻഡ് ദ മീറ്റിംഗ്. ഇങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടി വരും. വിൽ ഹാവ് പ്ലാൻഡ്. നെക്സ്റ്റ് വൺ നോക്കൂ. യു വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ഷോപ്പിംഗ് ബൈ ദാറ്റ് ടൈം. യു വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ഷോപ്പിംഗ് ബൈ ദ ടൈം. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുകയാണ് അവസാനം. അതായത് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറണം. ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറണമെങ്കിൽ ഇതിൻ്റെ ഓക്സിലറി ആദ്യം കൊണ്ടുവരണം. അന്നേരം എന്ത് വരുന്നു? വിൽ യു ഹാവ് ഫിനിഷ്ഡ് ഷോപ്പിംഗ് ബൈ ദ ടൈം? വിൽ യു ഹാവ് ഫിനിഷ്ഡ് ഷോപ്പിംഗ് ബൈ ദ ടൈം? ദാറ്റ് ഇസ് എ പോയിന്റ്. നെക്സ്റ്റ് വൺ നോക്കൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോഴുള്ള ഡിഫറൻസ്. ലെറ്റ് സി. ഷീ ഹാസ് റിഡൻ എ ഹോഴ്സ്. ഹാസ് റിഡൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അവൾ കുതിരസവാരി ചെയ്തിട്ടുണ്ട്. ഹാഡ് റിഡൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് റിഡനെ ഹാഡ് റിഡൻ ആക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. അവൾ കുതിരസവാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഹാഡ് റിഡൻ എന്നുള്ളത് വിൽ ഹാവ് റിഡൻ ആകുന്നു. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അവൾ കുതിരസവാരി ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് ഇസ് എ പോയിന്റ്. ഓക്കെ, അതുപോലെ നോക്കൂ. ലിൻഡ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ലിൻഡ പുറത്തേക്ക് പോയി കഴിഞ്ഞു. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് ഗോൺ ഔട്ട്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഹാഡ് ഗോൺ ഔട്ട്. ലിൻഡ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോഴോ ഹാഡ് ഗോൺ എന്നുള്ളത് വിൽ ഹാവ് ഗോൺ ആയി മാറുന്നു. ലിൻഡ വിൽ ഹാവ് ഗോൺ ഔട്ട്. ലിൻഡ പുറത്തേക്ക് പോയിട്ടുണ്ടാകും. നെക്സ്റ്റ് നോക്കൂ. യു ഹാവ് ബോട്ട് എ ബഞ്ച് ഓഫ് ചെറീസ്. ഹാവ് ബോട്ടാണ്. ഹാവ് ബോട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ എ ബഞ്ച് ഓഫ് ചെറീസ് വാങ്ങിയിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഹാവ് ബോട്ടിനെ ഹാഡ് ബോട്ടായി മാറുന്നു. യു ഹാഡ് ബോട്ട് എ ബഞ്ച് ഓഫ് ചെറീസ് വെൻ വി മെറ്റ്. അതാണ്, നിങ്ങൾ എ ബഞ്ച് ഓഫ് ചെറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആവുമ്പോൾ യു വിൽ ഹാവ് ബോട്ട്. നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും എ ബഞ്ച് ഓഫ് ചെറീസ്. ഇതാണ് ഈ 3 ടെൻസുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി PSC പരീക്ഷകൾക്കും മറ്റും ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഓക്കെ. ദ കോൺട്രാക്ടർ ഡാഷ് ദി വർക്ക് ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ. ഇവിടെ നിങ്ങൾ അറിയുക, ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റിലെ ടൈം വേർഡ്സ് ആണ്. നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിലെ വെർബ് ഫോം ഏതാണ് ഇവിടെയുള്ളത്? വിൽ കംപ്ലീറ്റ് ഉണ്ട്, വിൽ ഹാവ് കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ഏതാണ് ശരി? വിൽ ഹാവ് കംപ്ലീറ്റഡ്. അതാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഇവിടെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ടൈം അല്ലെങ്കിൽ ദിസ് ഇയർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി ടൈം വേർഡാണ്.
അനദർ എക്സാമ്പിൾ നോക്കൂ, ബൈ ദിസ് ടൈം ടുമോറോ. അവിടെ ബൈ ദിസ് ടൈം ടുമോറോ എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റിലെ ടൈം വേർഡാണ്. ഐ ഡാഷ് ദ ജോബ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ വെർബിൻ്റെ ഫോം ഇവിടെ ഏതുണ്ട്? വിൽ ഫിനിഷ് ഉണ്ട്, ഷാൽ ഫിനിഷ് ഉണ്ട്, വിൽ ഹാവ് ഫിനിഷ്ഡ്, വിൽ ബി ഫിനിഷിങ്. നമുക്കറിയാം വിൽ ഹാവ് ഫിനിഷ്ഡ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റിലെ വെർബിൻ്റെ ഫോം. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കൂ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഹി ഡാഷ് ഹിസ് പ്രൊമോഷൻ. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റിലെ ടൈം വേർഡാണ്. ഇറ്റ് ഈസ് വെരി ഈസി. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ കുറിക്കുന്ന വെർബ് ഫോം ഏതാണ്? വിൽ ഹാവ് പ്ലസ് V3. നമ്മൾ പഠിച്ചു വിൽ ഹാവ് പ്ലസ് V3 ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വെർബ് ഫോം. വിൽ ഹാവ് റിസീവ്ഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കൂ, ഐ ഡാഷ് ദ എസ്സേ ബൈ ദെൻ. ബൈ ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റിലെ ഒരു ടൈം വേർഡാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിലെ വെർബ് ഫോം ഏതാണെന്ന് നോക്കൂ, ഷാൽ ഹാവ് റിട്ടൺ, വിൽ ബി റിട്ടൺ, ഷാൽ റിട്ടൺ, റൈറ്റ്സ്. നമുക്കറിയാം ഷാൽ ഹാവ് റിട്ടൺ, വിൽ ഹാവ് റിട്ടണും ഷാൽ ഹാവ് റിട്ടണും ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പഠിച്ചു. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏതു മത്സര പരീക്ഷയ്ക്കും ഈ ടെൻസുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ്. താങ്ക് യു.